വയനാട്ടിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. കേരള മനസാക്ഷി വിറങ്ങലിച്ചു പോയ ഉരുൾ ദുരന്തം നടന്നിട്ട് 2 വർഷമാണ്. 2 വർഷമാവുകയാണ്. ഇതിൽ 298 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇപ്പോൾ നിലവിൽ ഈ മരണപ്പെട്ടുപോയ ആളുകളെയൊക്കെയും അടക്കം ചെയ്തിരിക്കുന്ന പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ സർവമത പ്രാർത്ഥന ആരംഭിക്കാൻ പോവുകയാണ്. ലിൻഡോ വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ലിൻഡോ, ചടങ്ങുകൾക്ക് തുടക്കമായോ ലിൻഡോ? സേതു, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ദുരന്തത്തിൽ മരണപ്പെട്ടവരെ അടക്കം ചെയ്തിട്ടുള്ള പുത്തുമലയിലെ ഹൃദയഭൂമിയിലാണ്. ഇവിടേക്ക് ഈ ചുരൽമലയിലെയും മുണ്ടക്കയിലെയും നിവാസികൾ ഈ പ്രദേശങ്ങളിലേക്ക് ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 9:30 കൂടിയാണ് ചടങ്ങുകൾ സംഘടിപ്പിക്കുക. പ്രധാനമായും മന്ത്രിമാരായ ടി സിദ്ദിഖ്, AP അനിൽകുമാർ, KM ഷാജി, ഈ 3 മന്ത്രിമാരും പങ്കെടുക്കുന്ന സർവമത പ്രാർത്ഥനാ ചടങ്ങാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അടക്കം ചെയ്തിട്ടുള്ള ഈ ഹൃദയഭൂമിയിലേക്ക് ചുരൽമല മുണ്ടക്കൈ നിവാസികൾ വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഓരോരുത്തരുടെയും നാട്ടിൽ ഓരോ കുടുംബങ്ങളിലും അവരുടെ സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവരുണ്ട്, മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട്, അപ്പനെയും അമ്മയെയും നഷ്ടപ്പെട്ടവരുണ്ട്, കുടുംബത്തിൽ ഒരാൾ മാത്രം ബാക്കിയായി പോയവരുണ്ട്. അങ്ങനെ ആ ചുരൽമല ദുരന്തത്തിന്റെ ഏറ്റവും വലിയ നൊമ്പരം അല്ലെങ്കിൽ വേദന കാണുന്നത് ഈ പുത്തുമല ഹൃദയഭൂമിയിൽ തന്നെയാണ്. അത്രയേറെ തങ്ങളോടൊപ്പം ഒരുമിച്ച് നിന്നിരുന്ന അവരുടെ പ്രിയപ്പെട്ടവർ നഷ്ടമായതിൻ്റെ വലിയ വേദന അവർക്കുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ 3 മക്കളെയും നഷ്ടപ്പെട്ട സൈനയുടെയും അനീഷിൻ്റെയും അവരുടെ 3 മക്കളെയും അടക്കം ചെയ്തിട്ടുള്ള ഈ കല്ലറയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സൈനയും അനീഷും ഇവിടെ നമ്മുടെ തൊട്ടടുത്തുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചുള്ള അവരുടെ ഹൃദയം തകർന്ന, അവർക്കൊരിക്കലും മറക്കാനാവാത്ത അല്ലെങ്കിൽ ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാനാവാത്ത ഒരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. നമ്മളോട് സംസാരിക്കാൻ പോലും അവർക്ക് സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ ഹൃദയഭൂമിയിലേക്ക് ഇപ്പോൾ ഈ ചൂരൽമല നിവാസികൾ അവരുടെ കൂടപ്പുറപ്പുകൾ അടക്കം ചെയ്തിട്ടുള്ള ഈ ഹൃദയഭൂമിയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 9:30 മണിയോടുകൂടി ഈ സർവമത പ്രാർത്ഥനാ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കും. നമുക്കറിയാം, ചൂരൽമല മുണ്ടക്കൈ നിവാസികളെ സംബന്ധിച്ചിടത്തോളം എത്ര വർഷം കഴിഞ്ഞാലും മറക്കാനാവാത്ത ഒരു ദുരന്തമാണ് അവരെ സംബന്ധിച്ചിടത്തോളം, അതിജീവിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവരെ എല്ലാ കാലവും വേട്ടയാടുന്ന തരത്തിലുള്ള ഒരു ദുരന്തമാണ് അവർ നേരിട്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചവരെല്ലാം ഒരു ഞെട്ടലോടെയല്ലാതെ ഈ ദുരന്തത്തെ ഓർത്തെടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. കുട്ടികളടക്കം ഇപ്പോഴും അവരുടെ മാനസികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരുടെ നേർക്കാഴ്ചകൾ അവരെ ബാധിച്ച ആ ഒരു മാനസിക പ്രശ്നത്തിൽ നിന്നും ഇപ്പോഴും പുറത്തു കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളുള്ള കുട്ടികളുണ്ട്, മാതാപിതാക്കളുണ്ട്. നമ്മൾ സംസാരിച്ച പലരും ആ വേദനയിൽ നിന്നും ഇപ്പോഴും മുക്തമായിട്ടില്ല. അവരുടെയൊക്കെ പ്രിയപ്പെട്ട ആളുകളാണ് നഷ്ടപ്പെട്ടത്. ഒരു ഒറ്റ രാത്രി കൊണ്ട് അവർ നേരിടേണ്ടി വന്ന ദുരന്തം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള ഒരു ദുരന്തമാണ് അവർ നേരിട്ടത്. ഈ ദുരന്തത്തിൽ 298 പേരാണ് മരണപ്പെട്ടത്. ഇതിൽ പലരുടെയും ശരീരാവശിഷ്ടങ്ങൾ പോലും ലഭിക്കാത്ത സാഹചര്യമുണ്ട്. 35 പേരോളം ആളുകളുടെ ഒരു തരത്തിലുള്ള മൃതദേഹങ്ങൾ പോലും കണ്ടെടുക്കാൻ സാധിക്കാതെ വന്നു. അത്രയും ആഴത്തിലുള്ള, അത്രയും വലിയ ദുരന്തം, രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി മാറിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നു, അവരവരുടെ കൂടപ്പിറപ്പുകളെ അടക്കം ചെയ്തിടങ്ങളിൽ അവർ എത്തുന്നുണ്ട്, അവർ വിളക്കുകൾ കത്തിക്കുന്നുണ്ട്. അങ്ങനെ അവരവരുടെ പ്രിയപ്പെട്ടവരെ ഓർത്തെടുക്കുകയാണ്. എന്തായാലും 9:30 കൂടി ഈ മന്ത്രിമാർ ഈ സ്ഥലത്തെത്തുമെന്നാണ് ഇതുവരെ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ മത ചടങ്ങ് നടക്കും. അതിലേക്കായി ഈ ചുരൽമല മുണ്ടക്കൈ നിവാസികൾ, മേപ്പാടിയിലെ എല്ലാ ജനങ്ങളും ഈ മേഖലയിലേക്ക് എത്തും. അവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അടക്കം ചെയ്ത ഈ മേഖലയിലെത്തും. പിന്നീടാണ് സർവമത പ്രാർത്ഥന തുടങ്ങുക. സേതു പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു ആഴത്തിലുള്ള ഒരു മുറിവായി ഈ മുണ്ടക്കൈ ചൂരൽമല നിവാസികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ആ നീറ്റൽ അവർക്ക് അത്രയേറെ അവരെ ബാധിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ ഒരു അതിജീവനത്തിൻ്റെ പാതയിൽ തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അന്ന് ഈ ദുരന്തമുണ്ടായതിനു ശേഷം കേരള ജനത ഒട്ടാകെ ഇവരോടൊപ്പം നിൽക്കുകയും ഇന്ന് പലരും ഈ പല ഇടങ്ങളിലായി ചിതറിപ്പോയ ഇപ്പോൾ ാണെങ്കിലും ലീഗ് കൊടുത്ത ഒരുമിച്ച് ചേർന്ന് ഒരു ജീവിതം അംഗീകരിക്കുകയാണ്. ഒരു അതിജീവനത്തിന്റെ പാതയിൽ തന്നെയാണ് ഇപ്പോൾ അവർ നിൽക്കുന്നതെങ്കിലും അവരെ വേട്ടയാടുന്ന. ശരി ലിൻഡോ, ഞാൻ ലിൻഡോയിലേക്ക് മടങ്ങിയെത്താം. പറഞ്ഞ പോലെ തന്നെ അത്രയേറെ സങ്കടമുള്ള നിമിഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം എത്ര വർഷം കഴിഞ്ഞാലും അല്ലേ, വർഷങ്ങളൊക്കെ
വളരെ വേഗത്തിൽ കഴിഞ്ഞു പോകും. പക്ഷെ എത്ര കഴിഞ്ഞാലും നമ്മുടെ ഉറ്റവരും ഉടയവരും നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ട ദിവസങ്ങൾ അത് എല്ലാവർക്കും ഒരു തീരാവേദന തന്നെയാണ്, തീരാ ദുഃഖം തന്നെയാണ്. അവരെയൊക്കെയും ഓർത്തെടുക്കുകയാണ്. അവരെങ്ങും പോയിട്ടില്ല. എല്ലാ ദിവസവും എല്ലാ സമയത്തും അല്ലേ നമ്മളെ വിട്ടുപോയ എല്ലാവരും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അവരുടെ ഓർമ്മകളിൽ തന്നെയാണ് മറ്റുള്ളവരുടെ മുന്നോട്ടുള്ള ജീവിതവും ഒക്കെ.